ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. പിള്ളേരൊക്കെ ഇവിടെ ഉള്ളപ്പോ ഒരു ഓളമായിരുന്നു. ഇന്ന് കെട്ടു നടക്കേണ്ട കൊച്ചാണെന്ന് ഓർക്കുമ്പോ ചങ്ക് പെടയുക. എനിക്ക് ആ മഞ്ചാടി കൊച്ചിനെ ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. ആ കൊച്ചിത് എങ്ങനെ സഹിക്കും എന്തോ. നമുക്ക് അങ്ങോട്ട് പോയി ആ മോളെ ഒന്ന് കണ്ടാലോ? എടി, എനിക്കൊന്നും വയ്യ അതിന്റെ സങ്കടം കാണാൻ. മാത്രമല്ല, നമ്മൾ ഇവിടെ വേണ്ട സൂസന്നെ. ആ കൊച്ചിന്റെ കാര്യത്തിൽ രണ്ടിലൊന്നും അറിയാതെ നമ്മൾ ഇവിടുന്ന് എങ്ങനെ മാറി നിൽക്കും? പോലീസുകാരും മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഒഴിയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെയായപ്പോ തെരച്ചിൽ നടക്കുന്നത്. അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ 3-ാം പക്കം കടൽ കൊണ്ടുവന്ന് തരും. അറം പറ്റുന്ന വാക്കൊന്നും പറയാതനാ. ഞങ്ങളുടെ കൊച്ചിന് ജീവനോടെ തന്നെ ഞങ്ങൾക്ക് കിട്ടും. ഓനാച്ചനും കുടുംബത്തെയും കർത്താവ് ചതിക്കുകയല്ല. വരും. അച്ചായ, നമ്മുടെ മഞ്ചാടി മോളല്ലേ വരുന്നത്? മോളെ മഞ്ചാടി. അച്ഛാ, ജീവന്റെ അച്ഛനും അമ്മ ആണോ? നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. അവൻ തിരിച്ചു വരുമെന്ന് തന്നെയാ ഞങ്ങളുടെ വിശ്വാസം. കേറിയോ ചേച്ചി, അകത്തോട്ടിരിക്കാം. നമ്മളെ പോലെ തന്നെ ജീവൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാ ഇവരും. അച്ഛാ, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. വായിരിക്കേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട. മോൾ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത്. അവനെ കണ്ടെത്താതെ ഞങ്ങൾക്ക് കുടിവെള്ളം ഇറങ്ങില്ല. നിങ്ങൾ എന്തിനാ കാറ്റും മഴയുള്ളപ്പോ അവനിവിടുന്ന് പോവാൻ അനുവദിച്ചത്? പോകണ്ടെന്ന് ഞങ്ങൾ കെഞ്ചി പറഞ്ഞതാ. പോയേ പറ്റൂന്ന് ആസിഫിനായിരുന്നു നിർബന്ധം. ആസിഫാണ് ഇവർക്കും ഞങ്ങൾക്കൊക്കെ ജീവനെ പരിചയപ്പെടുത്തി തന്നത്. അവനാണ് ജീവനെയും മഞ്ചാടിയെയും ഒരുമിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. അപ്പൊ പിന്നെ അവൻ പറയുമ്പോ എങ്ങനെയാ? സുശീലാന്റി പറഞ്ഞിട്ടാ ആസിഫ് ജീവനെ വിളിച്ചോണ്ട് പോയെ. അതെന്തോ അപകടം മുന്നിൽ കണ്ടിട്ട് തന്നെ ആയിരിക്കണം. അല്ലാതെ അവരൊരിക്കലും ഞങ്ങളെ ചതിക്കില്ല. പിന്നെ ആരാ മോളെ ചതിച്ചത്? ഒരു വള്ളം മറിച്ച് അവനെ കായലിൽ മുക്കി താഴ്ത്താനും മാത്രം ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഉണ്ടായിരിക്കും അച്ഛ. ഇല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല. സുശീലാന്റിക്ക് ബോധം തെളിയുന്നതോടെ എല്ലാ സത്യങ്ങളും പുറത്തു വരും. അതിനു മുമ്പ് എന്റെ കുഞ്ഞിനൊരു അപകടവും കൂടാതെ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. രജനി,
ജീവന്റെ കല്യാണ ഡ്രസ്സും താലിയുക. രാവിലെ ഞങ്ങൾ വരുമ്പോ കൊണ്ടുവന്നാ മതിയെന്നും പറഞ്ഞ് വച്ചതാ. പക്ഷെ ഒന്നും വേണ്ടി വന്നില്ല.